നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കാൻ പോകുന്ന ഭൂമികയായിരിക്കും പശ്ചിമ ബംഗാളിലേത്. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ 42 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. അവിടെ ഇതിനോടകം തന്നെ തൃണമൂൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി എന്ന ലേഡി ഹിറ്റ്ലർ അവർ INDA എന്ന മുന്നണിയിൽ നിന്നും മാറി നിന്ന് തങ്ങൾ ഒറ്റയ്ക്ക് പശ്ചിമ ബംഗാളിൽ മത്സരിച്ചു കൊള്ളാം എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ മുഴുവൻ സീറ്റും തങ്ങൾക്ക് അനുകൂലമാക്കാം എന്ന ചിന്ത തന്നെയാണ് മമതാ ബാനർജിക്ക് ഉള്ളത് എന്നും നമുക്കറിയാൻ സാധിക്കും. പക്ഷേ നിലവിൽ തൃണമൂൽ കോൺഗ്രസ് നടത്തിയ ഇന്റേണൽ സർവേയുടെ അല്ലെങ്കിൽ ആ പാർട്ടിക്കുള്ളിൽ നടന്ന ഒരു ആഭ്യന്തര സർവേയുടെ ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. 2 ജില്ലകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സർവേയുടെ അവലോകനം പുറത്തു വന്നിരിക്കുന്നത്. നോർത്ത് 24 പർഗാനാസും സൗത്ത് 24 പർഗാനാസ് ജില്ലയുടെയും ഫലങ്ങളാണ് ഇതിൽ കൂടുതലായും ചർച്ച ചെയ്യുന്നത്. കാരണം ഈ 2 ജില്ലകളിലുമായി 10 ലോക്സഭാ സീറ്റുകളുണ്ട്. ഈ 10 ലോക്സഭാ സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് കടപുഴകും എന്ന് തന്നെയാണ് പാർട്ടി തന്നെ നടത്തിയ അവരുടെ ആഭ്യന്തര സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സന്ദേശ് ഖാലി തന്നെയാണ്. സന്ദേശ് ഖാലിയിൽ ഉണ്ടായിരിക്കുന്ന ആക്രമണങ്ങൾ ഇത് ഈ 2 ജില്ലകളിലെയും ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ അതിനെതിരെയുള്ള പ്രതിഷേധം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ അറിയിക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിനോടൊപ്പം തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവമായി കളത്തിലിറങ്ങേണ്ട അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കേണ്ട തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ ഇതിനോടകം ഒളിവിലാണ് എന്ന് നമുക്കറിയാം. അവരൊക്കെയും അറസ്റ്റ് ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ അഴിമതിയുടെ പേരിൽ നടക്കുന്ന ചില കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്ദേശ് ഖാലിയിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒളിവിൽ കഴിഞ്ഞു പോരുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തിക്കാൻ നേതാക്കളുടെ അഭാവമുണ്ട് തൃണമൂൽ കോൺഗ്രസിന്. മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ബംഗാളിന്റെ പടിഞ്ഞാറൻ ഭാഗമായ കുച്ച്ബിഹാർ തന്നെയാണ്. അവിടെ BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. കാലാകാലങ്ങളായി BJPയിൽ നിന്നും ഇവിടം പിടിച്ചെടുക്കാൻ തൃണമൂൽ കോൺഗ്രസ് സകല തന്ത്രവും പയറ്റുന്നുണ്ട്. പക്ഷേ ആ തന്ത്രവും ഫലം കാണില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്ന സമയത്ത് അയോധ്യയിലേക്ക് ഇവിടെ നിന്നും പുറപ്പെട്ട ഒരു സംഘത്തിന് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഇത് ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ തലക്കെട്ടുകളായി മാറുകയും ചെയ്തു. ഇതൊക്കെയും തൃണമൂൽ കോൺഗ്രസിന് ഈ പ്രദേശത്തും തിരിച്ചടിയാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ പാർട്ടിയുടെ ഇന്റേണൽ സർവേക്ക് പുറമെയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറും ഇതിനെ സാധൂകരിക്കുന്ന ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ബംഗാളിൽ BJP പ്രകടനം മെച്ചപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് തന്നെയാണ്. അതിനോടൊപ്പം മറ്റ് 2 സംസ്ഥാനങ്ങളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും തെലങ്കാനയും. തമിഴ്നാട്ടിലും തെലങ്കാനയിലും ചരിത്രത്തിലാദ്യമായി BJP ഇരട്ട അക്കം സ്വന്തമാക്കിയേക്കാം എന്ന് തന്നെയാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. സന്ദേശ് ഖാലി പോലെയുള്ള വിഷയങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെയും മമതാ ബാനർജിയെയും തളർത്തുമെന്നും അഥവാ സന്ദേശ് ഖാലി ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അവിടെ തൃണമൂൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. ബംഗാളിൽ BJP അവസാനിക്കും എന്ന് കണക്ക് കൂട്ടിയിരുന്ന ചില ആളുകൾ രാജ്യ തലസ്ഥാനത്തുണ്ടായിരുന്നു. അവർക്കൊക്കെയും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ വലിയ ഒരു തിരിച്ചടി അല്ലെങ്കിൽ വലിയൊരു ആശ്ചര്യം തന്നെ സമ്മാനിക്കുമെന്ന് ഉറപ്പാണ് എന്നുകൂടി പ്രശാന്ത് കിഷോർ പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ നിരീക്ഷകരും അതിനോടൊപ്പം സർവേയും പറയുന്ന ഫലങ്ങൾ ഏറെക്കുറെ പൊരുത്തപ്പെടുന്നത് തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ BJP വലിയ നേട്ടം കൊയ്യും എന്ന് തന്നെ അവകാശപ്പെടുന്നു. നമുക്കറിയാം, പശ്ചിമ ബംഗാൾ ഒരു കാലത്തെ ഇടത് കോട്ടയായിരുന്നു. ആ ഇടത് കോട്ട തകർത്തുകൊണ്ടാണ് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ വേരുറപ്പിച്ചത്. പക്ഷേ അതേ തൃണമൂൽ കോൺഗ്രസിനെ, അതേ മമതാ ബാനർജിയെ കടപുഴക്കിക്കൊണ്ടായിരിക്കും BJP പശ്ചിമ ബംഗാളിൽ ഉയർന്നു വരാൻ പോകുന്നത്. അതിന്റെ സകല സൂചനകളും ബംഗാൾ ഇപ്പോൾ നൽകി വരുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.